ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ ദിവസവും ആരോഗ്യമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരോഗ്യമെന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ പ്രോസസ്സിങ്ങാണ്. പക്ഷേ അത് നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി പ്രശ്നങ്ങൾ പുരുഷനും ഉണ്ടാകുന്നുണ്ട്, സ്ത്രീക്കും ഉണ്ടാകുന്നുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സുമാണ്. അതിന് നല്ല ആഹാരം പോലെ തന്നെ പ്രധാനമാണ് നല്ല ലൈംഗികതയും. ഒരുപക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ അവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്നും പറയുന്നത് തന്നെ ഈ ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്ത് ലിംഗത്തിൻ്റെ ബലം കുറയാനുള്ള കാരണത്തെക്കുറിച്ചും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചുമാണ്. ഈ സമയത്ത് സ്ത്രീ പങ്കാളിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കൊന്ന് നോക്കിയാലോ. പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. ഈ ഒരു കാര്യത്തിന് ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു വർക്കിംഗ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഈ മെക്കാനിസത്തിന് തടസ്സം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം അവിടെ വരികയാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് പ്രതികരിക്കും. യഥാർത്ഥത്തിൽ നല്ല ലൈംഗികതയ്ക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ ശരീരത്തിന് തയ്യാറെടുപ്പ് വേണ്ടി വരുന്നത് പുരുഷനാണ്. അതിലേറ്റവും പ്രധാനമാണ് ലിംഗത്തിൻ്റെ ബലവും സമയവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ട്രെയിനും ഇല്ലാതെ സ്വാഭാവികമായിട്ട് നടക്കേണ്ട പ്രോസസ്സിംഗ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശരിയായ ബലം കിട്ടാത്തത്, അല്ലെങ്കിൽ അത് നീണ്ടു നിൽക്കാത്തത്? ഇതിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട്. ശാരീരികമായിട്ടുള്ള കാരണമെന്ന് പറയുമ്പോൾ ബ്ലഡ് പ്രഷറും ഷുഗറും നോർമൽ അല്ലാതിരിക്കുക, നെർവ് സംബന്ധമായിട്ടുള്ള ഡിസോർഡർ, അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ശരിയായ രീതിയിൽ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല, അതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസും അതിൻ്റെ പ്രവർത്തനങ്ങളും തീരെ വീക്കായിട്ടുള്ള അവസ്ഥ. എന്നാൽ മാനസിക പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനം. അമിതമായിട്ടുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ, ഇതൊക്കെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്നു. അതുപോലെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഓവർ കോൺഷ്യസ് ആകുക, വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പാസ്റ്റ് നെഗറ്റീവ് എക്സ്പീരിയൻസ്, ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഭയം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രശ്നങ്ങൾക്കകത്താണ് മനസ്സ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസിയും ചിന്തകളും കുറയും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് സ്ത്രീ പങ്കാളിക്കായിരിക്കും. ഈ പുരുഷന്മാരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആത്മവിശ്വാസം കുറവുള്ള മേഖലകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഏതൊരു പ്രശ്നവും നമ്മളെ ബാധിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ആ പ്രശ്നത്തിൽ അമിതമായിട്ട് കോൺഷ്യസ് ആകുമ്പോഴാണ്. അതുപോലെ നെഗറ്റീവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ സമയത്ത് അവരോട് പറയരുത്, അവരെ ഓർമ്മിപ്പിക്കരുത്. എങ്ങനെ ചെയ്താലും എനിക്ക് ആസ്വദിക്കാൻ കഴിയും എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ ഈ സമയത്ത് അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കൂടുതലായിട്ട് ഇഷ്ടമാണെന്ന് പറയുക, അതിനെ ഒന്ന് പുകഴ്ത്തുക, അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുക. അതുപോലെ വലിപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും ഇതാണ് എനിക്കിഷ്ടം, ഇതാണ് എനിക്ക് പാകമാകുന്നത് എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. യഥാർത്ഥത്തിൽ ഇവിടെ പുരുഷൻ്റെ ആശങ്ക എന്താണെന്ന് വെച്ചാൽ എനിക്ക് പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഇവിടെ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു രീതി ശരിയായില്ലെങ്കിൽ മറ്റൊരു രീതി ഉണ്ട് എന്നുള്ളത് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പക്ഷേ അത് സ്ത്രീ പങ്കാളിക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടമാണ് എന്നുള്ള ഒരു ചിന്തയും അവിടെ വേണം. അതുപോലെ തുടക്കത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിലുള്ള മസാജ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, കൂടുതൽ സ്ട്രെയിൻ എടുത്തും കൂടുതൽ കോൺഷ്യസ് ആയിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ നോക്കരുത്. അത് രണ്ട് കൂട്ടരുടെയും ഇതിൻ്റെ റിലാക്സേഷൻ ഇല്ലാതാക്കും. എന്നുവെച്ചാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതിന് പരിഹാരം കാണാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരരുത്. അങ്ങനെ വരുമ്പോൾ മനസ്സ് കൂടുതലും പ്രശ്നത്തിനകത്ത് അറ്റൻഷൻ കാണിക്കും. സ്വാഭാവികമായിട്ട് വരേണ്ട ചില സങ്കല്പങ്ങളില്ലാതെ വരും. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ആത്മവിശ്വാസം കിട്ടുന്ന ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രീതി കാണും. അപ്പോൾ അത് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ ഈ സമയത്ത് കാലുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ പുരുഷൻ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരുന്ന വ്യായാമം ചെയ്യുക. മറ്റൊന്ന്, മനസ്സിൻ്റെ ടെൻഷനും ഉത്കണ്ഠയും കുറയ്ക്കാനായിട്ടുള്ള ഡീപ്പ് ബ്രീത്തിങ് റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്യുക. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.